ഏറ്റവും ബഹുമാന്യനായ ഈ ഇടവകയിലെ ഫാദർ അജീഷ് എബ്രഹാം കോശി അവറുകൾ മനോഹരമായി അർത്ഥപൂർണമായി ഹൃദയത്തെ സ്പർശിക്കും വിധം ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം, ഈ ഏറ്റവും മനോഹരമായ രാവിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. ഇത്തരമൊരു മനോഹരമായ നിമിഷത്തിൽ നിങ്ങളോട് വർത്തമാനം പറയാൻ. ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചേർന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ നാടും ലോകവും മണ്ണും വിണ്ണുമൊക്കെ ഏറ്റവും മനോഹരമായ ഈ ക്രിസ്തുമസ് ദിനത്തിൻ്റെ സന്തോഷത്തിലുമാണ്. ഈ സന്തോഷവേളയിലും സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കാരുണ്യം കൊണ്ട് നിറയേണ്ട ലോകത്ത് കാഠിന്യം കൊണ്ട് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന മനസ്സുകളുമായി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന ഇത്തരം ആഘോഷങ്ങളൊക്കെയും കേവലമായ നിറങ്ങൾക്കും പ്രകാശങ്ങൾക്കും മനോഹരമായ സംഗീതാത്മകമായ ഗാനങ്ങൾക്കും വളരെ നല്ല വസ്ത്രങ്ങൾക്കും നല്ല ഭക്ഷണങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തകളുടെ, അനുഭവങ്ങളുടെ അനിവാര്യതകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സുകളിൽ കാരുണ്യം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ ഇവിടുത്തെ പ്രാർത്ഥനയിലും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എത്രയോ തവണയാണ് കരുണ ചൊരിയണമേ, കാരുണ്യവാനായ ദൈവമേ, കരുണ കാണിക്കണമേ, നീ എന്നുള്ളിൽ ജനിക്കണമേ, നീ എന്നുള്ളിൽ ജനിക്കണമേ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിൽ ഏറ്റവും മനോഹരമായ ആത്മീയതയുടെ മൂല്യങ്ങൾ ജനിച്ച് കരുണ നിറഞ്ഞ് കാരുണ്യം നിറഞ്ഞ് കഠിനമായ ഹൃദയങ്ങളെ മൃദുലപ്പെടുത്തുന്ന മനുഷ്യരായി മാറുന്നതിന് വേണ്ടിയാണ്. ഇത് ദൈവത്തിന് എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ജീവിക്കുന്ന കാലത്തോളം സന്തോഷകരമായും സമാധാനപൂർണമായും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വളരെ നിഷ്കളങ്കമായി പറയട്ടെ, പ്രാർത്ഥനകൾ പോലും ഇന്ന് സ്വാർത്ഥതയുടെ കാലമാണ്. എല്ലാ മനുഷ്യർക്കും ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട് അവനവൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്, അവനവന് ലഭിക്കുന്നതിനെക്കുറിച്ച്. നമ്മുടെ മക്കൾ ഉന്നത ജോലികളിലെത്തുന്നതിന് വേണ്ടി, നീറ്റ് പരീക്ഷയിൽ ജയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നതിന് വേണ്ടി. ഈ വർത്തമാനകാല ദിവസത്തിൽ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന വേളയിലാണ് പതിനായിരക്കണക്കിന് വൃദ്ധരായ മനുഷ്യരും കുഞ്ഞുങ്ങളുടെയും ഒക്കെ നിലവിളി ഉയരുന്ന അന്തരീക്ഷത്തിൻ്റെ കാറ്റ് നമ്മളെ ചുറ്റി വരഞ്ഞ് ഇങ്ങനെ സഞ്ചരിച്ചേ പോകുന്നു. ആകാശത്തു നിന്ന് കാരുണ്യത്തിൻ്റെ മാലാഖമാർ മനുഷ്യഹൃദയങ്ങളിൽ വന്ന് കാരുണ്യത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി ഓരോ ഭവനങ്ങളെയും ഓരോ മനുഷ്യഹൃദയങ്ങളെയും കരുണയുടെ, ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ കേന്ദ്രങ്ങളായി മാറ്റുന്നതിന് പകരം നമ്മൾ കാണുന്ന വാർത്ത 85 വയസ്സുകാരിയായ അമ്മായിയമ്മയെ ഒരു കടയിലെ പൊറോട്ട അടിക്കുന്നത് പോലെ നിർദ്ദയം മരുമകൾ അടിച്ചു പരത്തുന്ന കാഴ്ച കാണുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ആ അമ്മയെ കാണാൻ പോയിരുന്നു. അത്ര നിർദ്ദയമായി നമ്മൾ അടിക്കുന്നത് 2 സ്ഥലങ്ങളിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന്, നൂൽപുട്ടെന്നൊക്കെ പറയുന്ന ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് പിഴിഞ്ഞ് കുഴച്ച് ഉണ്ടയാക്കി ഒരു സാധനത്തിനകത്തേക്ക് വെച്ച് ഞെക്കി ഇറക്കി നൂലാക്കി വീണ്ടും പുഴുങ്ങി. പൊറോട്ട അടിക്കുമ്പോഴും കണ്ടിട്ടുണ്ട്. എത്രമേൽ ആഞ്ഞടിക്കുന്നോ അത്രയും പൊറോട്ട മൃദുവാകും. പൊറോട്ടയുടെ വേദന അറിയുന്നില്ലല്ലോ. മരുമകളും സ്വീകരിച്ച സിദ്ധാന്തം അങ്ങനെയായിരിക്കണം. എത്രമേൽ അമ്മായിയമ്മയെ ആഞ്ഞടിക്കുന്നോ അത്രമേൽ അമ്മായിയമ്മ മൃദുവായി തീരും
എന്നായിരിക്കണം ചിന്തിച്ചത്. ഇത് കൈകൊണ്ടുള്ള അടി ഒരിടത്തേ നടന്നുള്ളെങ്കിലും നാവ് കൊണ്ടുള്ള അടികൾ മുഴങ്ങുന്ന വീടുകളിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമുക്കൊക്കെ ദൈവമുണ്ട്, ഭിത്തികളിലുണ്ട്, മുറിയുടെ വാതിലിലുണ്ട്. ഈ ഭവനത്തിൻ്റെ ഐശ്വര്യം ഇന്നയാളാണ്. യഥാർത്ഥത്തിൽ ആ ഭവനത്തിൻ്റെ ഐശ്വര്യമായി തീരേണ്ടത് ഭിത്തിയിൽ തൂക്കുന്ന ദൈവമല്ല. ആ ഭിത്തിയിൽ തൂക്കുന്ന ദൈവത്തെ സ്വന്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യരാകുന്ന നമ്മളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ആ വീട് സന്തോഷത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നത്, സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നത്, മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും പാഠഭൂമിയാക്കി മാറ്റുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് പള്ളിയിൽ പോകുന്നവൻ, മസ്ജിദിൽ പോകുന്നവൻ, അമ്പലത്തിൽ പോകുന്നവൻ, ചർച്ചിൽ വരുന്നവൻ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ വിനയം കൊണ്ടിങ്ങനെ ഹൃദയം ആർദ്രമായി തുളുമ്പുന്നതിന് പകരം എന്നെ വെച്ചിട്ടാരുമില്ലെന്നുള്ളൊരു ഭാവത്തിൽ ഈ സമൂഹത്തിൽ നടക്കുന്നവരാണ്. എന്നെ വെച്ചിട്ടാരുമില്ല. ആരെയെങ്കിലും സ്വന്തം സമുദായത്തിലെ, സ്വന്തം സമൂഹത്തിലെ ആളുകളെ, ബന്ധുക്കളെ ആരെയെങ്കിലും കണ്ടാൽ തന്നെക്കാൾ താഴ്ന്നവനാണെങ്കിൽ യാതൊരു വിധമായ പരിഗണനയും ഇല്ലാത്ത, യാതൊരു സ്നേഹത്തിൻ്റെയും കരുണയുടെയും കണ്ണുകൊണ്ട് പോലും നോക്കാത്ത കാലത്താണ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ വാദോരാതെ അങ്ങോട്ട് പ്രസംഗിച്ച് നമുക്ക് വല്ലാതെ സംസാരിക്കാൻ നല്ല ഭാഷയാണ്, നാവിന് നല്ല വഴക്കമാണ്, ആരെയും കൃത്രിമമായി പ്രകടിപ്പിക്കാൻ നമുക്ക് നല്ല ചാതുരിയാണ്. ഇന്ന് യുദ്ധങ്ങളുടെയും അസ്വസ്ഥതകളുടെയും കാലമാണ്. അപ്പോൾ ചോദിക്കും, മനുഷ്യ ചരിത്രത്തിൽ ഇത് ഉണ്ടായിട്ടില്ലേ? മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ഇതിന് മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങ് നാഗരികതയൊക്കെ ഇത്രയും വികസിക്കുന്നതിന് മുമ്പുള്ള പുരാണ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ, നമ്മൾ സാധാരണ പറയുന്ന പഴഞ്ചൻ മനുഷ്യരുടെ കാലഘട്ടത്തിലാണെങ്കിൽ ഇന്നെല്ലാ ആധുനികതയും നിറഞ്ഞ, വളരെ മനോഹരമായി വസ്ത്രം ധരിച്ചിരിക്കുന്ന, വളരെ മനോഹരമായി സംസാരിക്കുന്ന, വളരെ മനോഹരമായ വീടുകൾ വെച്ചിരിക്കുന്ന, വളരെ മനോഹരമായ കാറുകൾ നിരവധിയുള്ള വീടുകളിൽ താമസിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയങ്ങൾ പോലും സംതൃപ്തിയില്ലാത്ത സംഘർഷഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് മാത്രം ലഭിച്ചാൽ പോരാ, നമുക്കിഷ്ടമല്ലാത്തവന് ലഭിക്കുകയും ചെയ്യരുത്. എനിക്ക് കിട്ടണം, പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോന് കിട്ടാനും പാടില്ല. എന്നാൽ നിനക്ക് കിട്ടിയെങ്കിൽ അവർക്കൂടെ കിട്ടിക്കോട്ടെ. അതൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. പറയുമ്പോൾ എന്തോ ഒരു പറച്ചിലാണ് പറയണേ, എന്തൊരു നീളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നേരത്തെ ഇടവക വികാരി അച്ഛൻ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ദൈവമാകാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവികത ഉൾക്കൊള്ളുന്ന മനുഷ്യരായി മാറാൻ നിങ്ങൾക്ക് കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം, ഓരോ മനുഷ്യൻ്റെയും വിജയം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നമ്മുടെയൊക്കെ കയ്യിലുള്ളത് ഈ തൊടുന്യായങ്ങളാണ്. ഞാനൊരു തമാശയാണ്, ഫലിതമാണ് എങ്കിൽ പോലും രണ്ടച്ഛന്മാർ തമ്മിൽ മല കയറി. ഒരച്ഛൻ്റെ കയ്യിലേ ചോറുപതിയുള്ളൂ. മുകളിൽ ചെന്നപ്പോൾ ചോറുപതി ഉണ്ടായിരുന്ന അച്ഛൻ ആ ചോറുപതി അഴിച്ച് അങ്ങ് കഴിച്ചു. കൂടെ വന്ന അച്ഛന് കൊടുത്തില്ല. അപ്പോൾ ഈ കൂടെ വന്ന അച്ഛൻ കഴിച്ചച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? എന്നിട്ട് ഒരുരുള്ള ചോറ് എനിക്ക് തന്നോ? അപ്പോൾ ആ കഴിച്ചു തീർന്ന അച്ഛൻ ഏമ്പക്കം വിട്ടിട്ട് പറഞ്ഞു, അവിടം കൊണ്ട് ബൈബിൾ വായിച്ച് നിർത്തരുത്, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്നും ബൈബിളിലുണ്ടച്ചോ, ബാക്കിയും കൂടെ വായിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന്, ഞാനതൊരു ഫലിതമായി പറഞ്ഞെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനൊരു ന്യായം പറയുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ വലിയ കഷ്ടപ്പാടിലും ഗതികേടിലും ഉള്ളതുണ്ട്, അവരുടെ മക്കൾ വളരെ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്. അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറയുമ്പോൾ നമ്മൾ പറയുന്ന ന്യായം, നമ്മുടെ കയ്യിലുള്ള മുതൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്ന ന്യായം, അവൻ ഭയങ്കര അഹങ്കാരിയാണ്. അല്ലെങ്കിൽ അവൻ്റെ പെണ്ണുമ്പുള്ള ഭയങ്കര അഹങ്കാരിയാണ്, അവൾ ഭയങ്കര വായാടിയാണ്. എന്താ ആഗ്രഹം? എന്താ ലക്ഷ്യം? എൻ്റെ മുതൽ എൻ്റെ പോക്കറ്റിൽ തന്നെ ഇരിക്കണം. അതിനൊരു ന്യായം പറയുക. ഇല്ല, ബൈബിളിൽ രണ്ടാമത്തെ അച്ഛനോട്, ചോറ് കൊടുക്കാത്ത അച്ഛനോട് മറ്റേ ചോറ് തിന്ന അച്ഛൻ പറഞ്ഞ പോലത്തെ ഒരു ന്യായം. നിൻ്റെ സഹോദരനാണോ? നിൻ്റെ രക്തബന്ധമാണോ? നിനക്ക് മുറിക്കാനാവാത്ത ബന്ധമല്ലേ?
അവനെ നീ സഹായിച്ചില്ലെങ്കിൽ നീ ഏത് ദേവാലയങ്ങൾക്ക് എന്ത് വാരി കൊടുത്തിട്ടും നിൻ്റെ മക്കൾക്ക് എന്ത് സമ്പാദിച്ചു കൂട്ടിയിട്ടും എന്ത് ഫലമാണുള്ളത്? ഭാര്യ ഭർത്തൃബന്ധം പോലും സിവിൽ ബന്ധമാണ്. പക്ഷേ സഹോദര ബന്ധം ഒരു സിവിൽ നിയമപ്രകാരമുള്ള ബന്ധമല്ല, അത് ദൈവം തിരഞ്ഞെടുത്ത ബന്ധമാണ്. എനിക്ക് ക്രൈസ്തവ സമൂഹത്തിലെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ കുടുംബ ബന്ധവും സഹോദര ബന്ധവും നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾ വല്ലാതെ നിങ്ങളിലേക്ക് ചുരുങ്ങുന്നു, നിങ്ങൾ വല്ലാതെ നിങ്ങളെ കേന്ദ്രീകരിക്കുന്നു. എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, കുറച്ച് പൊങ്ങച്ചം പറയുക നമ്മൾ. എൻ്റെ മോനങ്ങ് ലണ്ടനിലാണ്, എൻ്റെ മോനങ്ങ് കാനഡയിലാണ്. നീ വിറച്ചാൽ നിന്നെ ആരുണ്ടേ പിടിക്കാൻ? ചില മണ്ടന്മാരായ മക്കൾ നമുക്ക് വേണം. എല്ലാ മക്കളും മിടുക്കരായി അങ്ങ് എല്ലാ രാജ്യങ്ങളിലും പോയാൽ രാത്രി വിറയ്ക്കുമ്പോൾ ചൂട് കഞ്ഞി വെച്ച് തരാൻ ഒരു മണ്ടനായ മകനും ഒരു മണ്ടിയായ മരുമകളും കൂടി നമുക്ക് വേണം. അച്ഛൻ എന്നോട് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, മനുഷ്യരെ കാണുന്നു. ഞാനത് വലിയൊരു മെറിറ്റായിട്ടാണ് കാണുന്നത്. മനുഷ്യരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുമ്പോഴാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്, ഇതൊക്കെ അറിയുന്നത്. എത്രയോ വീടുകളിലാണ് വൃദ്ധരായ മനുഷ്യർ കേൾക്കാൻ ആളില്ലാതെ. പറയാൻ ഒത്തിരിയുണ്ട്, കേൾക്കാൻ ഒരാളില്ല. കേൾക്കാൻ ആളില്ലാത്ത ലോകം, കേൾക്കാൻ ആളില്ലാത്ത ലോകം. പ്രബോധകന്മാരായി ഓരോ മതത്തിൻ്റെയും പ്രവാചകന്മാരായി ഭൂമിയിൽ ജനിച്ചവരൊക്കെയും മനുഷ്യരെ കേൾക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ബന്ധങ്ങളെ മാറ്റിമറിക്കാനാവണം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുന്ന അയൽക്കാരൻ എത്ര മനോഹരമായ, എത്ര സൈക്കോളജിക്കലായ, എത്ര സോഷ്യോളജിക്കലായ പ്രയോഗമാണ് അയൽക്കാരൻ. അയൽക്കാരനൊരു ജാതിയുണ്ടോ? അയൽക്കാരൻ്റെ മതമെടുത്ത് പറഞ്ഞോ? അയൽക്കാരൻ്റെ സമ്പത്തെടുത്ത് പറഞ്ഞോ? അയൽക്കാരൻ്റെ സംസ്കാരം എടുത്തു പറഞ്ഞോ? അയൽക്കാരൻ്റെ കുടുംബമഹിമ എടുത്തു പറഞ്ഞോ? ക്രൈസ്തവ മതത്തിലൊക്കെ ഞാൻ കാണുന്ന മറ്റൊരു സംഗതിയാണ്, ഞാനങ്ങ് തുറന്നു പറയുന്ന ഒരാളാണ്, നിങ്ങൾ ക്ഷമിക്കണം. എല്ലായിടവും ചെല്ലുമ്പോൾ ഇന്നടുത്ത കുടുംബവകയുള്ള കല്ലറ, അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് പരിഗണന അവിടെ കർത്താവ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആ കല്ലറയിൽ അടങ്ങിയാൽ അന്ന് രാത്രി തന്നെ വന്ന് പുള്ളിയെ അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോകും. കർമ്മമാണ് ഫലം, നന്മയാണ് ഫലം. നീ എന്തെങ്കിലും നിൻ്റെ കൈകൊണ്ട് ചെയ്തിട്ടുണ്ടോ, അത് നിനക്ക് തിരിച്ചു കിട്ടും. നീ മരിച്ചു കഴിഞ്ഞ് മക്കളാർക്കെങ്കിലും കുറേ വാരി കൊടുത്തുകൊണ്ട് അത് നിനക്ക് കിട്ടും എന്ന് പറയുന്നത് ഒരുതരം കൈക്കൂലി കൊടുപ്പല്ലേ? മരിക്കുന്നിടം വരെ അമ്മാമ്മയുടെ നാഭിന്ന് താക്കോല് വിട്ടിട്ടില്ല. മരിച്ചു കഴിഞ്ഞ് അത് പിടിച്ചെടുത്ത് തുറന്ന് കുറേ പേർക്ക് കഞ്ഞി വെച്ച് കൊടുത്ത് അതിൻ്റെ ഗുണം എങ്ങനെ ഈ നാഭി വെച്ചേക്കുന്ന അമ്മച്ചിക്ക് കിട്ടുന്നത്? അതൊരു അന്യായമല്ലേ നമ്മളത് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് അയൽക്കാരൻ ഏറ്റവും പ്രധാനമാണെന്ന് പറഞ്ഞു, മതം പറഞ്ഞില്ല. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അയൽക്കാരനെ പറഞ്ഞപ്പോൾ അയൽക്കാരൻ ആരാണെന്നും പറഞ്ഞു. നിൻ്റെ ഓരോ വശത്തുമുള്ള 40 വീടുകളാണ് നിൻ്റെ അയൽക്കാരെന്ന് പറഞ്ഞു. നിൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ആഹരിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്നും പറഞ്ഞു. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൽക്കാരൻ പോയിട്ട് നമ്മുടെ രക്തബന്ധത്തിനോട് നമുക്ക് വല്ല ബാധ്യതയുണ്ടോ? അയൽക്കാരൻ്റെ ഒരു മരം, അവൻ്റെ വീട്ടിൽ ഒരു തെങ്ങേ ഉള്ളൂ, അത് നമ്മുടെ അയ്യത്തോട്ടൊരല്പം കരിയില വീണ് പോയാൽ അവൻ്റെ തെങ്ങിൻ്റെ മൂട് മാത്രമല്ല അവൻ്റെ മൂടും കൂടെ കണ്ടിച്ച് കളഞ്ഞിട്ടേ നമ്മൾ താഴെ നിൽക്കുകയുള്ളൂ. എന്താ വെറുതെ അയൽക്കാരെന്ന് പറഞ്ഞാണോ? എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരാണ് ഓടി വരാനുള്ളത്? ആരാണ് കേൾക്കാനുള്ളത്? ആരാണ് പറയാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ക്രിസ്തുമസ് രാവിൽ അല്ലെങ്കിൽ ഈ മനോഹരമായ നിമിഷത്തിൽ ഏറ്റവും സന്തോഷകരവും സംതൃപ്തവും ശാന്തവുമായിരിക്കുന്ന എൻ്റെ നാട്ടുകാരായ എൻ്റെ സഹോദരങ്ങളോട്, എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ രണ്ടാമത്തത് അയൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം. ജീവിതത്തിൽ ഈ ഭൂമിയിൽ തോൽക്കുന്നവനാണ് ചിലപ്പോൾ നാളെ മറ്റൊരു ലോകത്ത് ജയിക്കുന്നവൻ. നമ്മൾ ഒരുപാട് പേരെ കാണാൻ പോകുന്നില്ലേ? ഡോക്ടറെ കാണാൻ പോകുന്നു, എൻജിനീയറെ കാണാൻ പോകുന്നു, മന്ത്രിമാരെ കാണാൻ പോകുന്നു. ഇത് വല്ലതും നമ്മളാവുമോ? ഞാൻ പോയി പിണറായി വിജയൻ സഖാവിനെ കണ്ടു എന്ന് വിചാരിച്ച് എനിക്കിപ്പോൾ 50 എത്താറായി, ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ വല്ല അവസരമുണ്ടോ? ഞാൻ പോയൊരു ഡോക്ടറെ കാണുന്നു, ഞാനതാവുമോ? ഞാൻ പോയൊരു സിനിമാ നടൻ മമ്മൂക്കായെ കാണുന്നു, ഞാൻ മമ്മൂക്കയെ പോലെ ആവുമോ? ലാലേട്ടൻ്റെ കൂട്ടാവുമോ?
പക്ഷേ നമ്മളെല്ലാം കാണാൻ പോകുന്ന മറ്റൊരു സംഗതിയുണ്ട്. മൃതദേഹം, മരണം. നമ്മളതാവും. നമ്മളൊക്കെ രാവിലെ പത്രം എടുത്ത് നോക്കത്തില്ല, ഇന്ന് ആരൊക്കെ മരിച്ചു, പത്രാം 56, എനിക്ക് 40 ഉള്ളൂ, അപ്പം ഞാനിന്ന് മരിക്കത്തില്ല. വേറൊരാൾ മരിച്ചു ഹൃദ്രോഗം, എനിക്ക് ഹൃദ്രോഗമൊന്നുമില്ല, ഞാൻ മരിക്കത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പം നമ്മളെടുത്ത് മനോഹരമാക്കി വെച്ചേക്കുന്ന വല്ല പടവും ഉണ്ടോ എന്ന് എല്ലാവരും അന്വേഷിക്കും. എന്തിനാ? പത്രത്തിൽ കൊടുക്കാനാ. അപ്പോൾ ആ മനോഹരമായ മരണത്തെ, അനിവാര്യമായ യാത്രയെ, ആ യാത്രാവേളയിൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നൊരു ദിവസത്തെ നമ്മൾ സ്വപ്നം കാണണം. വല്ലതൊക്കെ കൊടുത്ത് ദൈവത്തിൻ്റെ റെക്കോർഡിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തിയാൽ അവിടെ ഉണ്ടാവും. പിന്നെ ആരും ഓർക്കത്തൊന്നുമില്ല. ആരെ ഓർക്കാനായി ഈ ലോകത്ത്? അപ്പോൾ അതുകൊണ്ട് അയൽബന്ധങ്ങളെ അത് ശക്തിപ്പെടുത്തുന്നതിന് ശ്രമിക്കണം. രണ്ടാമത്തേത് സ്നേഹം. സ്നേഹം പറയാൻ മനോഹരമായ വാക്ക്, പക്ഷേ പ്രയോഗിക്കാൻ അത്രമേൽ എളുപ്പമുള്ള സംഗതിയല്ല. നമുക്ക് സ്നേഹത്തിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ഞാനിന്നിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ വാച്ചിൽ നോക്കിയിരുന്നത് മുഴുവൻ എന്തെന്നറിയോ? എൻ്റെ കുടുംബം മൊത്തമായി 116 പേരുണ്ട്. ഞാൻ 10ാമത്തെ മകനാണ്. 3 പേര് മരിച്ചുപോയി. ഇപ്പോൾ 10 മക്കളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളവരങ്ങ് ഓർമ്മയില്ലാതെ വരും. ഇപ്പോൾ എല്ലാവർക്കും 1.5 മക്കളെ മതി. 1.5 തന്നെ തികച്ചു വേണ്ട, 3/4 അത് മതി. ഇനി ആ ഒരെണ്ണത്തിനെ വെക്കാൻ കഴിയുന്ന ഫ്രിഡ്ജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാ വീടുകളിലും വാങ്ങിക്കും. അതൊരെണ്ണത്തിനെ അതിനകത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് ചൂടാക്കി വിട്ടാൽ മതിയെങ്കിൽ അതുപോലും അന്വേഷിക്കുന്ന കാലമാണ്. ഈ 10 മക്കളിൽ ഞങ്ങൾ 7 മക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ ഭാര്യമാർ, അവരുടെ മക്കളെല്ലാം കൂടെ ആയിട്ട് 106ഓളം പേരുണ്ട്. ഇന്നും നാളെയും ഞങ്ങൾ കുടുംബം എല്ലാവരും കൂടി വീട്ടിൽ ഒരുമിച്ച് കൂടുക. ഞാൻ അതിൻ്റെ നടുവിൽ നിന്നാണ് വന്നത്. പലർക്കും പരസ്പരം അറിഞ്ഞുകൂടാ. നമ്മുടെ മേൽവിലാസം നഷ്ടപ്പെട്ടു. നമ്മൾ സ്നേഹം എന്നൊക്കെ പറയുന്നെങ്കിലും യാതൊരു കാര്യവുമില്ലാത്ത ഒരു മനുഷ്യ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അൺകണ്ടീഷണലായി സ്നേഹിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു മനോഹരമായ 5 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കുന്നത് പോലെ വായുവും വെള്ളവും മണ്ണും മരങ്ങളും ഒക്കെ തന്നൊരു ഭൂമിയിലേക്കാണ് നമ്മളെ ദൈവം നിയോഗിച്ചത്. അനുഗ്രഹത്തിൻ്റെ നടുവിലേക്ക്, ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ഇഷ്ടത്തോടെ. ആ സ്നേഹവും ഇഷ്ടവും നമുക്ക് തിരിച്ചു കൊടുക്കാനാവണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നറിയോ? ഞാനൊരു കഥ വായിച്ചു. ഒരു ചെറിയ ബാലൻ, അവൻ ട്രെയിനിൽ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അവൻ സ്കൂളിൽ പോകാനായിട്ട് ട്രെയിനിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്നു. ഒരു സ്ത്രീ വന്നിട്ട് ഇവനോട് ചോദിച്ചു, മോൻ എവിടെ പഠിക്കുക? അത് ഇന്ന സ്കൂളിലാണ്. മോൻ വല്ലതും കഴിച്ചോ? അവൻ പറഞ്ഞ് കഴിച്ചു. എന്നാലും വാ, നമുക്കൊരു ചായ കുടിക്കാം. ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് അടുത്ത കടയിലേക്ക് പോയി. നമ്മളെ കൊല്ലത്തെ പോലെ 5 ലക്ഷം രൂപ കടം തീർക്കാൻ 3 ലക്ഷം രൂപയുടെ കാറെടുത്ത് 1 കൊല്ലം നടന്ന്, പിന്നെ ഓട്ടോ പിടിച്ച്, പിന്നെ രാത്രി കൊച്ചിന് 50,000 രൂപയുടെ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത്, പിന്നെ അത് കഴിഞ്ഞൊരു കാർട്ടൂണും കാണിച്ചു കൊടുത്ത്, പിറ്റേന്ന് 2 പേരുടെ അവിടെ കൊണ്ടിരുത്തി, എല്ലാം കൂടെ കൂട്ടുമ്പോൾ പുള്ളി 9.5 ലക്ഷം രൂപ ചിലവാക്കി. 5 ലക്ഷം രൂപയുടെ കടം തീർക്കാനാന്ന് പറഞ്ഞതുപോലെയല്ല വിളിച്ചുകൊണ്ട് പോയത്. സ്നേഹത്തെ വിളിച്ചുകൊണ്ട് പോയി, ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നീ എന്താ ഇങ്ങനെ മുടിയിരിക്കുന്നത്? നന്നായിട്ട് ചീപ്പണ്ടേ? ഉടുപ്പൊക്കെ വൃത്തിയാണല്ലോ, തേച്ചോ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് വാച്ചിൽ സമയം നോക്കി. അപ്പോൾ സമയം നോക്കിയപ്പോൾ പറഞ്ഞു, നിനക്ക് ട്രെയിൻ വരാൻ സമയമായി. ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ വന്നു. പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും അമ്മയും അവിടേക്ക് വന്നു. അവൻ ചോദിച്ചു, ആ സതീഷ്, ഇതാരാ, നിൻ്റെ അമ്മയാണോ? പെട്ടെന്ന് തന്നെ ആ സ്ത്രീ മറുപടി പറഞ്ഞു, ആ അതെ. ഇവൻ സ്തബ്ധനായിപ്പോയി. എന്നിട്ട് ഇവനെ എല്ലാം പറഞ്ഞ് ട്രെയിനിൽ കയറ്റി, നീ സന്തോഷമായി പോകണം, ട്രെയിനിൽ സൂക്ഷിക്കണം, ഒരമ്മ പറയുന്നത് പോലെ എല്ലാം പറഞ്ഞ് കമ്പാർട്ട്മെൻറ്റിൽ കയറ്റി യാത്രയാക്കി. അവനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. അവരാരായിരിക്കും? ഒന്നും ആവശ്യപ്പെട്ടില്ല, വെറുതെ സ്നേഹം കൊടുത്തു. നമ്മൾ അപരിചിതരെക്കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ പറയൂലേ, നമുക്കറിഞ്ഞുകൂടാത്തവരെക്കുറിച്ച്. ഏതെങ്കിലും ഒരു കുട്ടി ആരുടെയെങ്കിലും കൂടെ പോകുന്നു എന്നൊരു വാർത്ത കേട്ടാൽ
അന്ന് പിന്നെ പള്ളിയിലെ പരിപാടിക്ക് പോലും വരുത്തില്ല. കാരണം 10-15 പേരെ അത് വിളിച്ച് പറയണം, ഇന്നടുത്ത് ഇന്നാരുടെ മോളെ മറ്റവൻ അവരുടെ കൂടെ അങ്ങോട്ട് പോയി. ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചോറിൻ്റെ ഗ്യാസ് അങ്ങ് അണച്ചിട്ട് പിന്നെ കറി വേണ്ട മറ്റൊരു പോയെന്നുള്ളത് പറഞ്ഞ് എന്തൊരു സന്തോഷം നമുക്ക് വേറെ വല്ലവരുടെയും കാര്യം പറയാൻ. അപരിചിതരെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ. എന്നാൽ അപരിചിതരായ മനുഷ്യരെ സ്നേഹിച്ചിട്ടുണ്ടോ നമ്മൾ? ഞാനിപ്പോൾ അച്ഛനെ കണ്ടു, എനിക്കൊരു പരിചയമില്ല. അച്ഛൻ വിളിച്ചപ്പോൾ എനിക്ക് എത്ര സ്നേഹത്തോടെ അച്ഛനോട് പെരുമാറാൻ കഴിയുമോ അത്രയും സ്നേഹത്തോടെ ഞാൻ അച്ഛനോട് പെരുമാറി. അച്ഛൻ എന്നോടും. നിങ്ങളെ ഇപ്പം ഞാൻ ഈ കാണുന്ന നിമിഷം നമ്മളിനി ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടുന്നില്ല. ആ നിമിഷത്തിൻ്റെ സന്തോഷം, സ്നേഹം, അത് അതുപോലെ അനുഭവിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. വെറുതെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ പോരാ. നമ്മളെല്ലാത്തിനും കണക്കെടുക്കുന്നത് പോലെ നിങ്ങൾ ഈ ക്രിസ്തുമസ് രാവിലെങ്കിലും നിങ്ങളെ സെൻറ്റർ പോയിൻ്റായിട്ട് നിർത്തി എനിക്ക് എത്ര പേരോട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് പകരം കണ്ടീഷൻസ് ഒന്നും പാടില്ല. എന്നോട് മറ്റോരെങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. നമ്മളൊക്കെ എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ടാണ് പിണങ്ങിയിരിക്കുന്നത്. പണ്ടെങ്ങാണ്ടൊരു കോഴി ഇപ്പുറത്തെ പറമ്പിൽ വന്നു, അല്ലെങ്കിൽ അപ്പച്ചൻ്റെ കാലത്ത് 10 രൂപ ചോദിച്ചതിന് എൻ്റെ അപ്പച്ചന് അന്ന് 10 രൂപ അവൻ്റെ അപ്പച്ചൻ കൊടുത്തില്ല. അതിന് 130 കൊല്ലമായിട്ട് വാശി പിടിച്ചിരിക്കുക, മസിൽ പിടിച്ച് അല്ലേ. ദേശീയപാതയിൽ സൂപ്പർ ഫാസ്റ്റ് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ മസിൽ പിടിക്കുന്ന മാക്രിയെപ്പോലെ ഫാസ്റ്റ് കയറി ഇറങ്ങി അങ്ങ് പോകുമ്പോൾ ഒരു നനവ് മാത്രം കാണും. അടുത്ത വണ്ടി പോകുമ്പം നനവുമില്ല. ഈ മസിൽ പിടിച്ചവരെല്ലാം ഇല്ല കല്ലറയിൽ കിടപ്പുണ്ട്. സിമ്പിൾ. ഇത്രാം തീയതി ജനിച്ചു, ഇത്രാം തീയതി മരിച്ചു. മക്കൾ വന്നൊരു മെഴുകുതിരി കത്തിച്ചു വെക്കും. ഇനി ദൂരെയാണെങ്കിൽ മെഴുകുതിരി കത്തിപ്പോ അങ്ങ് നിർത്തും. മെഴുകുതിരി കത്തിച്ചതായിട്ട് പത്രത്തിൽ കൊടുക്കും. അപ്പച്ചൻ്റെ വൈക്ക് 14 മെഴുകുതിരി കത്തിച്ചതായിട്ട് ഇന്നാൾ അറിയിച്ചു എന്നും പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അൺകണ്ടീഷണലായ സ്നേഹം. പിന്നെ കാപഢ്യത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ മാറ്റണം. കാപഢ്യത്തിൻ്റെ കാഴ്ചകൾ കൊണ്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ നമ്മുടെ ആത്മാവ് കൊണ്ട് മനുഷ്യരെ കാണണം, ഹൃദയം കൊണ്ട് കാണണം. അങ്ങനെ ഹൃദയം കൊണ്ട് കാണുമ്പോഴാണ് നമ്മൾ മനുഷ്യത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ജാതിയും മതവുമൊക്കെ നിങ്ങൾ എന്തു ആയിക്കോട്ടെ, അതിലെന്താ വ്യത്യാസം? ഒരുപാട് വഴികളിലൂടെ ഒരാൾ ഒരു കവലയിലെത്തുന്നില്ലേ? ഈ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ എത്രയോ വഴികളുണ്ട്. ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ വരട്ടെ. ശാന്തമായും സമാധാനമായും മനുഷ്യർ ജീവിക്കട്ടെ. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ ആ ട്രെയിനിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ തൊട്ടെതിർവശത്ത് മനോഹര ശബ്ദത്തിലുള്ള ഒരു പെൺകുട്ടി വന്നിരുന്നു. ഈ പെൺകുട്ടി ഈ ഇരിക്കുന്ന ആളിനോട് ചോദിച്ചു, എത്ര മനോഹരമായ കാഴ്ചകളാണ് പുറത്ത് കാണുന്നത്, എത്ര മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ പുള്ളി പറഞ്ഞു, ശരിയാ, വളരെ മനോഹരമായ കാഴ്ചകൾ. അദ്ദേഹം സ്ഥിരം യാത്രക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം മനോഹരമായ കാഴ്ചകളാണെന്ന്. ദേ ഒരു മാൻ നിൽക്കുന്ന കണ്ടില്ലേ? ആ കണ്ടു, എന്ത് ഭംഗിയുള്ള മാൻ. മറ്റേയാൾ പറയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോയപ്പോൾ ഈ സംസാരിക്കുന്ന ആളിനൊരാശ്വാസമായി. എന്താ ആശ്വാസം എന്നറിയുമോ? അവളങ്ങ് പോട്ടെ, എൻ്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് അവൾ അറിയണ്ട. കാരണം പുള്ളിയുടെ കണ്ണിന് കാഴ്ചയില്ല. കാഴ്ചയില്ലാത്ത മനുഷ്യരും മനോഹരമായി ഈ ലോകം കാണുന്നുണ്ട്. നമുക്കൊക്കെ കാഴ്ച കൊണ്ട് നമ്മൾ കാണുന്നത് അന്യൻ്റെ കുറ്റമാണ്, അന്യൻ്റെ മോശത്തരങ്ങളാണ്, അന്യൻ്റെ പ്രയാസങ്ങളാണ്. നിങ്ങൾ ധനികനായ ഒരാൾ ധനികനായാൽ നിങ്ങളതിലൊട്ടും വേവലാതിപ്പെടണ്ട, അയാൾ ഇച്ചിരി ധനം ഉണ്ടായിക്കോട്ടെ. പക്ഷേ ദരിദ്രനായ ഒരാൾ പിന്നെയും ദരിദ്രനായാൽ നിങ്ങൾക്കതിൽ ഉത്കണ്ഠ ഉണ്ടാവണം. പക്ഷെ നമുക്കിന്ന് ഉത്കണ്ഠ എന്തിനെക്കുറിച്ചാണ്? ധനികനായ ഒരാൾ വീണ്ടും ധനികനാവുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ചിറ്റപ്പൻ, നമ്മുടെ അപ്പച്ചൻ്റെ അനിയൻ ബെൻസ് കാർ എടുത്തു പോയാൽ നമുക്ക് ഉറക്കം അങ്ങ് നഷ്ടപ്പെടും. ആരെടുത്തെങ്കിലും പറയാനൊക്കുമോ? ഭാര്യ ചോദിക്കുക, എന്താ നിങ്ങൾ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതെന്ന്. അപ്പോൾ പറയും, എനിക്ക് കാലിൻ്റെ അറ്റത്തൊരു ഗ്യാസ് കയറിയെന്ന്. മനോഹരമായി ഈ ലോകത്ത് ഉള്ളതൊക്കെ വെച്ച് സന്തോഷമായി അനുഭവിച്ച് ഈ ലോകത്തൊന്നും ആരും സംതൃപ്തരല്ലെന്നേ. നിങ്ങളങ്ങനെ വിഷമിക്കുകയേ വേണ്ട. കോടികളുള്ള ആളുകൾ പോലും സംതൃപ്തരല്ല. ദൈവം ഭയങ്കര ബാലൻസിലായി ഈ ഭൂമിയെ സൃഷ്ടിച്ചേക്കുന്നത്. ചിലർക്ക് മക്കളെ കൊടുക്കത്തില്ല, ചിലർക്ക് 3-4 മക്കളെ കൊടുത്തിട്ട് 2 എണ്ണത്തിനെ കുഴപ്പക്കാരനാക്കി അങ്ങ് കൊടുക്കും. ചിലർക്ക് ഇഷ്ടംപോലെ കാശ് കൊടുക്കും, എന്നിട്ട് ഷുഗറും പ്രഷറും ഇഷ്ടംപോലെ കൊടുക്കും. ബിരിയാണി കണ്ട് കരയാനേ ഒക്കത്തുള്ളൂ, കഴിക്കാനൊക്കത്തില്ല. വേറൊരുത്തന് നല്ല ശരീരാരോഗ്യം കൊടുക്കും, ബിരിയാണി കഴിക്കാനുള്ള കാശ് കൊടുക്കത്തില്ല.
ഇങ്ങനെ നമ്മൾ പലതിന് മാർക്കിട്ടാൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. ഞാനും നിങ്ങളും ഒക്കെ തുല്യരാണ്. സംശയം ഉണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ വീട് കരുനാപ്പള്ളിയിലല്ലേ, പുത്തൻതെരുവില്ല, നിങ്ങളൊരു ദിവസം വാ, നിങ്ങൾ ആ എഴുതി മാർക്കിട്ട് തരാം. ചിലയിടത്ത് ഭർത്താവിൻ്റെ സൗന്ദര്യം അതിഭയങ്കരം, അതിൽ 10ൽ 10 മാർക്ക്. പക്ഷേ അടുത്ത വഴി എന്താ, ഈ ഭർത്താവിൻ്റെ സൗന്ദര്യം കൊണ്ട് ഭാര്യയ്ക്ക് സംശയം, മനസ്സമാനം പോയില്ലയോ? എന്നാൽ പിന്നെ സൗന്ദര്യം കുറഞ്ഞിരിക്കുന്നില്ലയോ നല്ലത്? ചില വീടുകളിലെ പെൺകുട്ടിക്ക് ഭയങ്കര സൗന്ദര്യം, നമ്മുടെ കൽപ്പന പറയുന്ന പോലെ ദാരിദ്ര്യമുള്ളവർക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ ദൈവമേ എന്ന് പറയുന്ന പോലെ, അതോർത്ത് അമ്മമാർക്ക് വലിയ തലവേദന. വരുന്ന വഴിയിലെല്ലാം ചക്കരയിൽ ഈച്ച പറ്റുന്ന പോലെ ആളുകൾ നിൽക്കുക. എന്നാൽ പ്രാർത്ഥിക്കാനൊക്കുവോ എൻ്റെ മോളെ കാണാൻ കൊള്ളാതാക്കണമെന്ന്? അങ്ങനെയും പറ്റൂല. അപ്പം എന്തായാലും ഇദ്ദേഹം സമാധാനമായിട്ടിരുന്നു. അങ്ങ് ഇറങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ വേറൊരാൾ അകത്തേക്ക് വരുന്നു, ഈ കുട്ടിയോട് സംസാരിക്കുന്നു. എന്നിട്ട് അയാൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ എതിർവശത്തിരുന്നു. ഇരുന്നപ്പോൾ ചോദിച്ചു, ഇയാൾക്കൊരു കൗതുകം, ഇത്ര മനോഹരമായി സംസാരിക്കുന്ന ഈ പെൺകുട്ടിയുടെ മുടി എങ്ങനെയായിരിക്കും, കണ്ണുകൾ എങ്ങനെയായിരിക്കും, മുഖം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു സംശയം. അയാളോട് ചോദിച്ചു, സുന്ദരിയാണോ ആ പോയ കുട്ടി? അപ്പോൾ അയാൾ പറഞ്ഞു, അതിമനോഹരി, നല്ല സുന്ദരി. പക്ഷെ ദൈവം എല്ലാം എല്ലാവർക്കും കൊടുക്കത്തില്ലല്ലോ, അവൾക്ക് കാഴ്ച കൂടി കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ കുട്ടിക്കും കണ്ണിന് കാഴ്ചയില്ല. ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യർക്ക് പോലും പരസ്പരം സന്തോഷത്തിൻ്റെ കാഴ്ചകളും മനോഹരമായ നിമിഷങ്ങളും പങ്കുവെക്കാൻ കഴിയുന്നു. ഇരുട്ടിൽ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകാശം കൊണ്ട്. ഈ ആഘോഷങ്ങളൊക്കെയും ആത്മാവിനെ പ്രോജ്വലിപ്പിക്കാനാവണം, ഒരു കണക്കെടുപ്പിനാകണം. അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യരിൽ കുറവല്ലാത്ത ഒരു സമൂഹം ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ട്. എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് കണക്കിൻ്റെയും ലാഭത്തിൻ്റെയും വിജയത്തിൻ്റെയും കണക്കുകൾ മാത്രം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കരുത്. നമ്മൾ ഈ കാശ് കൊണ്ടുവന്ന് മക്കളെ കൊടുത്തിട്ട് ഇതിൽ നിന്ന് 10 പൈസയും ചിലവാക്കരുത്, ഇത് വലിയ വിലയുള്ള വസ്തുവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചാൽ പിന്നെ നമ്മൾ അപ്പുറത്തെ മുറിയിൽ കിടന്ന് വലിക്കുമ്പം അവന് ഭാര്യ എടുത്ത് പറയും, ഇച്ചിരി ചൂടുവെള്ളം കൊണ്ടുവന്ന് വായിൽ ഒഴിച്ചോട്. അപ്പോൾ അവർ ചോദിക്കും, ആശുപത്രി കൊണ്ടുപോകണ്ടായെന്ന് ചോദിക്കാൻ പറയും, പിന്നെ അതിന് വലിയ ചിലവാണ്. ആര് പഠിപ്പിച്ചതാ? നമ്മൾ പണ്ട് പഠിപ്പിക്കുന്നതാ. ജനിച്ചപ്പോൾ അവന് കൊതിത്തരമൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളോട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം, നമ്മുടെ മക്കളോട് നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം, നമ്മുടെ മക്കൾക്ക് സ്വപ്നം പകർന്നു നൽകുന്നതിനോടൊപ്പം നമ്മുടെ മക്കളോട് പറയണം, മനുഷ്യരായിരിക്കണം, മനുഷ്യരാവണം. നീ മറന്നു പോകരുത്, നിനക്കൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയുണ്ട്, വിശ്വാസത്തിൻ്റെ തുടർച്ചയുണ്ട്. അതൊന്നും നീ മറന്നു പോകരുത്. അതൊന്നും ജീവിതത്തിൽ നിന്നെ പരാജയപ്പെടുത്തില്ല, വിജയിപ്പിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാനാവണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ ഇന്നിവിടെ എത്തിച്ചേർന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യരെ തിരിച്ചറിയാൻ, മനുഷ്യനെ കാണാൻ. മനുഷ്യനൊരു മഹാപാഠപുസ്തകമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടത്വയിൽ ഒരു സ്നേഹഭവൻ എന്ന് പറയുന്ന ഒരു അഗതി മന്ദിരത്തിൽ പോയി. ഭ്രാന്തന്മാരായ അച്ഛന്മാർ, ആണുങ്ങൾ. നമ്മളും ഭ്രാന്തന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നുമില്ല. ആ താളമുണ്ടല്ലോ, ആ ചെറിയ സ്ക്രൂ, അതൊന്ന് ലൂസായാൽ മതി. നമ്മളിപ്പോൾ ഒരുങ്ങിയൊക്കെ നടക്കുന്നു, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മുടെ മേൽവിലാസങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം എന്നെ ആമുഖമായി പറഞ്ഞപ്പോൾ ഡോക്ടർ അനിൽ മുഹമ്മദ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സ്വാഗതം പറഞ്ഞ ഒരാൾ എനിക്ക് ഒട്ടും ചേരാത്ത ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു. നല്ല വാക്കുകളാണ്, സന്തോഷം. പക്ഷേ എൻ്റെ ഈ നിലയൊന്ന് തെറ്റി, ചെറിയ ഒന്ന് ലൂസായി, അതിത്തിരി വലുതായിട്ടൊന്ന് ലൂസായാൽ പിന്നെ എൻ്റെ പേര് ഭ്രാന്തൻ. ഭ്രാന്തന് ജാതിയില്ല. ക്രിസ്ത്യൻ ഭ്രാന്തൻ, ഹിന്ദു ഭ്രാന്തൻ, മുസ്ലിം ഭ്രാന്തൻ ഒന്നുമില്ല. പിന്നെ നമ്മളെ ആർക്കും വേണ്ട. ഇപ്പം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും പിന്നെ തിടക്കുന്നത് എവിടെങ്കിലും കൊണ്ട് കിടത്താനൊക്കുവോ? ഇനി അതും കഴിഞ്ഞ് വേറൊരു മേൽവിലാസം കൂടിയുണ്ട്. നമ്മൾ ഈ മരണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വലിയ പറമ്പിൽ ഫാദർ കോശി അച്ഛൻ്റെ ശരീരം എപ്പോൾ കുളിപ്പിക്കും? വലിയ പറമ്പിൽ അച്ഛനെ വടക്കോട്ടെന്ന് എടുക്കും? വലിയ പറമ്പിൽ അച്ഛൻ്റെ ലോഹ എവിടെ? ഇങ്ങനെ വല്ലതും ചോദിക്കുമോ?
മൃതദേഹം എപ്പോൾ എടുക്കും? ഡെഡ് ബോഡി എപ്പോൾ എടുക്കും? പിന്നെ നമ്മുടെ മേൽവിലാസം ഡെഡ് ബോഡി. ഒന്നുമില്ല. നിങ്ങളുടെ അച്ഛനെ അറിയാം, അച്ഛൻ്റെ അച്ഛനെ അറിയാം, അച്ഛൻ്റെ അച്ഛനെ അറിയാം. അതിനു മുമ്പത്തെ അച്ഛനെ ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നില്ലേ? നമ്മളൊക്കെ ഇപ്പം വലിയ മിടുക്കന്മാരായിട്ട് ജീവിക്കുന്നു. നമ്മുടെ മക്കളെ നമ്മുടെ പേരറിയാം, അവരുടെ മക്കൾ കൂടെ അറിയാം, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തൂടെ അറിയാം. 4 or 5 തലമുറ കഴിയുമ്പോൾ നമ്മളാരും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതായി പോലും ഒരു റെക്കോർഡും ഇല്ല. അതുകൊണ്ട് കിട്ടിയ സമയം വളരെ മനോഹരമാക്കുക, ഭംഗിയാക്കുക, മനുഷ്യരെ സഹായിക്കുക, എന്തെങ്കിലുമൊക്കെ ഉപകാരം ആർക്കെങ്കിലുമൊക്കെ ചെയ്യുക. അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക. അത് ജീവിച്ചിരിക്കുമ്പം ആർക്കെങ്കിലും ചെയ്യാൻ പോകുമ്പം സങ്കടമോ കണ്ണീരോ വരുന്നെങ്കിൽ അച്ഛനെ കാണുക. ചിലർക്ക് ഈ കാശ് എടുക്കുമ്പോൾ സങ്കടം വരും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ കണ്ട് അതിനുചിതമായ ബൈബിൾ വചനങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു തരും. കിട്ടാൻ വേണ്ടി മാത്രമല്ല അച്ഛനെ കാണേണ്ടത്, കൊടുക്കാൻ വേണ്ടി കൂടി കാണണം. ചിലപ്പോൾ മാത്രം ഓർമ്മ വരുന്നവരായി പോകരുത് നമ്മൾ. പണ്ടൊരു അപ്പച്ചൻ മരിക്കാൻ കിടന്നു. മക്കളെല്ലാം ചുറ്റിനും കൂടി നിന്നു. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ വടിക്കേലെ റപ്പായിക്ക് 50,000 രൂപ കൊടുക്കാനുണ്ട്, തെക്കേലെ മാത്യൂസിന് ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മക്കൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പച്ചന് ഓർമ്മയില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന്. അപ്പച്ചൻ കൃത്യമായിട്ട് ഈ കണക്ക് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, എനിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട്, എൻ്റെ പ്രമാണം മറ്റേടത്ത് ഇരിപ്പുണ്ട്, ഇല്ല ബാങ്കിൽ 5 ലക്ഷം കിടപ്പുണ്ട്, മറ്റേ ബാങ്കിൽ ഇവിടെ കിടപ്പുണ്ട്, എൻ്റെ ഭാര്യയുടെ അനിയൻ എനിക്ക് 10 ലക്ഷം തരാനുണ്ട്. അപ്പം മക്കൾ പറഞ്ഞു, അച്ഛൻ ഓർമ്മ തെളിഞ്ഞു വരുന്നു. ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത അതാ, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഓർമ്മ പോവും, ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു വരും. വല്ലവർക്കുമൊക്കെ കൊടുക്കാൻ പറയുമ്പം നമ്മുടെ ഓർമ്മ അങ്ങ് പോവും. പിന്നെ അവൻ കള്ളുകുടിയൻ, അവൻ മോശക്കാരൻ, യവനൊക്കെ കൊടുത്തോണ്ട് എന്തുവാ? എന്തെങ്കിലും കിട്ടുന്ന കാര്യം വരുമോ? ഒരു കള്ളുകൂടിയൻ വന്നിട്ട് പറയാം, അതാ വവ്വാക്കായി കുറച്ച് സ്ഥലം കിടക്കുന്നു, ഇപ്പം എൻ്റെ കൂടെ വരാമെങ്കിൽ സെൻറ്റിന് 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ച് നാളെ നമുക്ക് 10 ലക്ഷം രൂപ വെച്ച് വിൽക്കാം. അപ്പം നമുക്ക് കള്ളുകൂടിയനില്ല, കൊടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ ഈ കണക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകരുത്. എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ മനുഷ്യർക്ക് ചെയ്യുന്നവരാകണം. നമ്മുടെ മക്കളൊക്കെ മനോഹരമായ ക്യാമറകളാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും അച്ഛൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതും ഒന്നും കേട്ടല്ല ഈ മക്കൾ വളരുന്നത്. മക്കളൊരു മനോഹരമായ ക്യാമറ പോലെ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ അമ്മായി അമ്മയുടെ കവളത്തിട്ട് 2 കുത്തു കൊടുത്താൽ ആ കുത്ത് അവൻ മനസ്സിൽ വെച്ചേക്കും നമുക്ക് തരാനായിട്ട്. കുറേ കാലം കഴിയുമ്പോൾ നമുക്കത് തരും. അതിന് പകരം നമ്മൾ ഇവരുടെ കൈകാലുകൾ ചേർത്ത് എന്താ പറയുന്നത്, അവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഭക്ഷണം വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ മക്കൾ ആ സ്നേഹത്തിൽ വളർന്നു വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരാഘോഷമാകട്ടെ ഈ ക്രിസ്തുമസ് ആഘോഷം. നിങ്ങളെല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ മനോഹരമായ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നതോടൊപ്പം പുതുവർഷാശംസകൾ നേരുന്നു. ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ഞാൻ അടുത്ത വർഷവും അല്ലെങ്കിൽ ക്രിസ്തുമസ് മുതലെങ്കിലും ഹൃദയത്തിൽ ഉൾക്കൊള്ളുമെന്ന് കരുതിയാൽ ഞാൻ സന്തോഷവാനാണ്. കാരണം ഒരുപാട് പ്രസംഗങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അച്ഛന്മാരും പ്രസംഗിക്കുന്നു, എല്ലാവരും പ്രസംഗിക്കുന്നു. നമ്മുടെയൊക്കെ ഈ മൂട്ടിൽ തഴമ്പായി പ്രസംഗം കേട്ട് കേട്ട്. ഈ തഴമ്പ് നോക്കി പെൻഷൻ തരാനാണെങ്കിൽ നമുക്കെല്ലാം പെൻഷൻ തരേണ്ട കാലമായി. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഹൃദയത്തിൽ കേൾക്കുക, ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുക. നന്മകൾ നേരുന്നു. അവസാനിപ്പിക്കുന്നു.